ഓരോ ഉത്സവവും മലയാളിക്ക് ആനന്ദം പകരുന്നതാണ്. ഓരോ ഓണവും തലസ്ഥാനത്തിന് സർക്കസിൻ്റെ ഓർമ്മ പകരുന്നു. ഓണമുണ്ടെങ്കിൽ, പുത്തരിക്കണ്ടം മൈതാനമുണ്ടെങ്കിൽ തലസ്ഥാനത്ത് ജെമിനി സർക്കസും ഉണ്ടായിരിക്കും. ഒരുപാട് കലാകാരന്മാരുടെ ജീവിതവും ആഹാരവുമാണ് സർക്കസ്. സർക്കസ് എന്ന വിസ്മയ കാഴ്ചയിലേക്കും സർക്കസിനെക്കുറിച്ചും ജെമിനി സർക്കസിനെക്കുറിച്ചുമുള്ള ഒരു വിവരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാഹി ഇഫക്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്. പുതിയ കൗതുകങ്ങളും വാർത്തകളുമായും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജെമിനി സർക്കസ്. ജെമിനി സർക്കസിൻ്റെ പ്രഥമ പെർഫോമൻസ് എം വി ശങ്കരൻ്റെയും കെ സഹദേവിൻ്റെയും നേതൃത്വത്തിൽ 1951 ഓഗസ്റ്റ് 15 ഗുജറാത്തിലെ ബില്ലിമോറിയ നഗരത്തിൽ അരങ്ങേറി. 2005 ജെമിനി സർക്കസ് എം വി ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും ജെമിനി സർക്കസ് ഏറ്റെടുത്ത് ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ആക്കി മാറ്റി. പ്രമുഖ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, MG രാമചന്ദ്രൻ കൂടാതെ ലോക പ്രശസ്തരായ മാർട്ടിൻ ലൂതർ കിങ്, ലേഡി മൗണ്ട് ബാറ്റൻ തുടങ്ങിയവരും ജെമിനി സർക്കസ് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. 1963 മോസ്കോയിലെ സുചി ആൻഡ് യാദ്രായിൽ നടന്ന ലോക സർക്കസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് അമാനുഷിക സർക്കസ് പ്രതിഭയായ എം വി ശങ്കരനായിരുന്നു. ആദ്യത്തെ ലേഡി ബഹിരാകാശ യാത്രികയായ ആർട്ടറസ്കോപ വലൻഷ്യ, അലക്സാണ്ടർ വൊളൂഷൻ എന്നിവരിൽ നിന്നും അവർ ആദരവ് നേടി. പ്രതിനിധി സംഘത്തിന് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്ലോമാറ്റ് വിസയാണ് നൽകിയിരുന്നത്. അത് ലഭിക്കുവാൻ കാരണം ജെമിനി സർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കസ് ട്രൂപ്പ് ആയിരുന്നത് കൊണ്ടാണ്. ഫിലിം ഇൻഡസ്ട്രിക്ക് ജെമിനി സർക്കസുമായി പ്രത്യേക ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ മേരാ നാം ജോക്കർ, മിഥുൻ ചക്രവർത്തിയുടെ ശിക്കാരി, കമൽഹാസൻ്റെ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയ സിനിമകളെല്ലാം ജെമിനിയുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ജെമിനി സർക്കസിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പരേതനായ എം വി ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് മിയാർക്ക് ടെസ്ഫ, കിഡാൻ മറിയം, അലൻ ടെസ്കെ, ജിബ്രേ മഡിൻ, ഓമാരി കിജൂബെ കിലാമ, സാലും മഗ്നാഗ മക്കാംബെ, സമീറി മുഹമ്മദി മറ്റിൻഡുവ, രാജാവ് അബ്ദുള്ള മുഷി, റമദാൻ കുൽവ, മഹൂത്ത, ഖാലിദ് റഹ്മാൻ നഖാബി, മുഹമ്മദ് അബ്ദുള്ള മിഥുൻ കെ. പിരമിഡ് പെർഫോമൻസ് വൈൽഡ് ഹാബിച്വൽ ലെവിറ്റിയിൽ നിന്നും അബ്സ്ട്രാക്ട് ചെയ്യപ്പെട്ടതാണ്. അത് സ്പീഡ്, അക്രോബാറ്റിക്സ്, സ്ഥിരത, ശക്തി, സഹനശക്തി എന്നിവ വിളിച്ചോതുന്നവയാണ്. ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ്. ട്രഡീഷണൽ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന തീജ്വാലകൾക്കുള്ളിലെ ഡാൻസ് പെർഫോമൻസ്. പോൾ അക്രോബാറ്റിക്സ്. ആർട്ടിസ്റ്റുമാർ ഒരു പോളിൽ വിവിധ തരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്യുന്ന സർക്കസ്. ഈ പെർഫോമൻസിലെ ആർട്ടിസ്റ്റുമാരുടെ സ്പീഡും വൈദഗ്ധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പോപ്പുലറായ ഷക്കീറോ സോങ് മ്യൂസിക് കൂടിയാകുമ്പോൾ ഈ പെർഫോമൻസ് കാണികളെ വിസ്മയിപ്പിക്കും. മറ്റ് അതിശയകരമായ ഐറ്റംസ്: റഷ്യൻ സ്റ്റിക്ക് ബാലൻസ്, 3 ഐ സ്പ്രിംഗ് നെറ്റ്, വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് ബാലൻസ്, കോമിക് ചെയർ അക്രോബാറ്റ്, ക്രോസ് റിഗി ട്രാഫെ, സാരി അക്രോബാറ്റ്, റോളർ സ്കേറ്റിംഗ്, റോളർ ബ്ലേഡ്സ്, സ്റ്റിക്ക് ബാലൻസ്, സ്കേറ്റിംഗ് ലാഡർ, ടാമിൻ ട്രോപ്പ്, മെക്സിക്കൻ വീൽ എന്നിവയാണ്. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത്, സൈക്കിൾ അക്രോബാറ്റിക് ആക്ട് പെർഫോംഡ് ബൈ സുമൻ, കപ്പിൾസ് അവതരിപ്പിക്കുന്ന പോക്കറ്റ് സൈക്കിൾ ഐറ്റം, 4 ആർട്ടിസ്റ്റുമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഗ്ലോബ് മോട്ടോർ സൈക്കിൾ ആക്ട് എന്നിവയാണ്.
ജെമിനി സർക്കസിൽ 300 ജോലിക്കാരാണ് ഉള്ളത്. അതിൽ 60 ആർട്ടിസ്റ്റുമാരും 50 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും 150 സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ്. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ടോപ്പ് റേറ്റഡ് ആയതും കാണികൾ ഇഷ്ടപ്പെടുന്നതുമായ മോസ്റ്റ് പോപ്പുലർ സർക്കസാണ് ജെമിനി. ദിവസേന 3 കളികളാണ് ഇവിടെ കളിക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 30 ഓഗസ്റ്റ് 30 മുതൽ തുടങ്ങി ഒക്ടോബർ 2 വരെ നീളുന്ന 1 മാസം നീളുന്ന കളികളാണ്. ദിവസേന 3 കളികൾ, 1 മണിക്കും 4 മണിക്കും 7 മണിക്കും. ടിക്കറ്റ് നിരക്കുകൾ 150, 250, 300, 400. അഡ്വാൻസ് ബുക്കിങ്ങിന് 400 രൂപ. ബന്ധപ്പെടേണ്ട നമ്പർ 9744829866 8921261017 എന്ന നമ്പറിലും ബുക്കിങ്ങിന് ബന്ധപ്പെടാവുന്നതാണ്. സർക്കസ് കാണുമ്പോൾ അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ ജീവിതവുമാണ് ഓരോ സർക്കസ് താരത്തിൻ്റെയും കഥ പറയുന്നത്. അതിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്, സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളുമുണ്ട്. ജീവിതം കെട്ടിപ്പടുക്കാൻ കലാകാരന്മാരുടെ യത്നം കാണുമ്പോൾ അമ്പരപ്പിക്കും നമ്മളെ. പല കായിക ഇനം കാണിക്കുമ്പോഴും പല സർക്കസ് അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴും ഒന്ന് തെറ്റിയാൽ തീരാവുന്ന ജീവിതമാണ്. കണ്ടാൽ ഞെട്ടിപ്പോകും. അരങ്ങിലെ കളി കഴിഞ്ഞ് തിരിച്ച് അവർ കൂടാരങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ആശങ്കകളും ആകുലതകളും എന്നും മനുഷ്യ മനസ്സുകളിൽ ഒരു തേങ്ങലാണ്. ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് എനിക്ക് പറയേണ്ടി വന്നത്. ജീവിതം കരുപിടിപ്പിക്കാൻ മനുഷ്യൻ എത്രയോ പാടുപെടുന്നു. സർക്കസിലെന്നല്ല, ഓരോ ജീവിതങ്ങളും ഓരോ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയുന്നു. ലോകത്തിൻ്റെ 80% ആസ്തിയും വളരെ കുറച്ച് ആളുകളുടെ കയ്യിലാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും 10% ആസ്തിയേ ഉള്ളൂ. ലോകത്തിൻ്റെ ഭൂരിഭാഗം സ്വത്തും, അതായത് 80% സ്വത്തും 20% അല്ല, വളരെ കുറച്ച് 10% ആളുകൾ കൈയാളുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സർക്കസ് പോലെ എത്രയോ കലാരംഗങ്ങൾ, ഉത്സവമേളങ്ങൾ കാത്തിരിക്കുന്ന എത്രയോ കലാകാരന്മാർ, ചെണ്ടമേളക്കാർ, അങ്ങനെ തുടങ്ങി എത്രയോ കലാകാരന്മാരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊരു ജീവനോപാധി കൂടിയാണ്. മൊബൈലിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ കണ്ടതുകൊണ്ട് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവിടെ ചെന്ന് നേരിട്ട് കാണുന്ന സുഖം എന്തായാലും മൊബൈലിൽ കൂടി കിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഇതൊരു അഭ്യർത്ഥനയാണ്. ഒരു ബിസിനസ് പ്രൊമോഷനല്ല, പക്ഷേ ഇതൊരു അഭ്യർത്ഥനയാണ്. മറ്റു ജീവിതങ്ങളെ സഹായിക്കുമ്പോൾ ദൈവം നമ്മളെയും സഹായിക്കും. പരോപകാരം പുണ്യം എന്നല്ലേ. എന്തായാലും മറക്കാതെ കാണുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 1-നും 4-നും 7 മണിക്കും. വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ലോകാവസാനം വരെ വാർത്തകളും വിശേഷങ്ങളും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും കൗതുകങ്ങളുമായി വീണ്ടും കാണാം. എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ മറക്കരുത്, മടിക്കരുത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വാർത്തകളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റർടൈൻ ചാനൽ മാത്രമല്ല, ന്യൂസ് ചാനൽ ഇഫക്റ്റ് ന്യൂസ് എന്നൊരു ചാനൽ കൂടെയുണ്ട്. അതും പ്രിയ പ്രേക്ഷകർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അപേക്ഷിക്കുന്നു. എന്തായാലും പുതിയ നല്ല വാർത്തകളും കൗതുകകരമായ വാർത്തകളും എൻ്റർടൈൻമെൻറ്റ് ന്യൂസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ ജീവൻ്റെ അംശമുണ്ട്, അധ്വാനത്തിൻ്റെ അംശമുണ്ട്. കായിക അഭ്യാസത്തിൻ്റെ അത്ഭുത ലോകമാണ് സർക്കസ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്കിപ്പ് ചെയ്യാതെ അവസാനത്തെ നിമിഷവും കാണുക. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
സ്കിപ്പ് ചെയ്യരുതേ, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. കാണാം. ഇതിൽ ജോക്കർമാരുടെ പെർഫോമൻസും വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അവർക്കുമുണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതഭാരവുമൊക്കെ. മേള കൊഴുപ്പിക്കാൻ അവരും സാഗൂതം ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വയം വേദനയിൽ അലിഞ്ഞും കോമാളി വേഷം കെട്ടിയും മനുഷ്യരെ ചിരിപ്പിക്കുന്നു ഇവർ. കോമാളിയെക്കുറിച്ച് ഒരു സിനിമ തന്നെയുണ്ട്, മേരാ നാം ജോക്കർ. ജോക്കർ സിനിമയിലെ, ഹിന്ദി സിനിമയിലെ രാജ്കുമാർ പാടി അഭിനയിച്ച പാട്ടും ഏറെ ഹൃദ്യമാണ്, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. മലയാളത്തിൽ ദിലീപും അഭിനയിച്ചിട്ടുണ്ട് ഒരു സർക്കസ് സിനിമയിൽ. അതും മലയാളിക്ക് ഒരു ഓർമ്മ ചെപ്പാണ്. എന്തായാലും കോമാളികളെ അല്ലെങ്കിൽ ജോക്കറെ കൂടി ഇവിടെ പരാമർശിച്ചില്ലെങ്കിൽ സർക്കസ് പൂർണ്ണമായില്ല. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ടും വീണ്ടും കാണാം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ വിശദീകരണവും നൽകാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ജെമിനി സർക്കസിൻ്റെ പ്രഥമ പെർഫോമൻസ് MB ശങ്കരൻ്റെയും K സഹദേവിൻ്റെയും നേതൃത്വത്തിൽ 1951 ഓഗസ്റ്റ് 15 ഗുജറാത്തിലെ ബില്ലി മോറിയ നഗരത്തിൽ അരങ്ങേറി. 2005 ജെമിനി സർക്കസ് MB ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും ജെമിനി സർക്കസ് ഏറ്റെടുത്ത് ഇന്ത്യയിലെ നമ്പർ 1 സർക്കസാക്കി മാറ്റി. പ്രമുഖ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, MG രാമചന്ദ്രൻ കൂടാതെ ലോക പ്രശസ്തരായ മാർട്ടിൻ ലൂതർ കിങ്, ലേഡി മൗണ്ട് ബാറ്റൻ തുടങ്ങിയവരും ജെമിനി സർക്കസ് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. 1963 മോസ്കോയിലെ സുച്ചി ആൻഡ് യാദ്രായിൽ നടന്ന ലോക സർക്കസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് അമാനുഷിക സർക്കസ് പ്രതിഭയായ MB ശങ്കരൻ ആയിരുന്നു. ആദ്യത്തെ ലേഡി ബഹിരാകാശ യാത്രികയായ ആർട്ടറസ്കോവ വലൻഷ്യ, അലക്സാണ്ടർ വൊളോഷൻ എന്നിവരിൽ നിന്നും അവർ ആദരവ് നേടി. പ്രതിനിധി സംഘത്തിന് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്ലോമാറ്റ് വിസയാണ് നൽകിയിരുന്നത്. അത് ലഭിക്കുവാൻ കാരണം ജെമിനി സർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കസ് ട്രൂപ്പ് ആയിരുന്നത് കൊണ്ടാണ്. ഫിലിം ഇൻഡസ്ട്രിക്ക് ജെമിനി സർക്കസുമായി പ്രത്യേക ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ മേരാ നാം ജോക്കർ, മിഥുൻ ചക്രവർത്തിയുടെ ശിക്കാരി, കമൽഹാസൻ്റെ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയ സിനിമകളെല്ലാം ജെമിനിയുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ജെമിനി സർക്കസിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പരേതനായ MB ശങ്കരൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ്. ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങളെ പരിചയപ്പെടാം. ട്രൂപ്പ് മെമ്പേഴ്സ്: മിയാർഗ് ടെസ്ഫ കിഡാൻ മരിയം, അലം ടെസ്ഗെ ജെബ്രേ മഡിൻ, ഓമാരി കിജൂബെ കിലാമ, സാലൂം മഗ്നാഗ മക്കാംബെ, സമീറി മുഹമ്മദി, മെറ്റിൻഡുവ, രാജാവ് അബ്ദുള്ള മുഷി, റമദാൻ കുൽവ, മഹൂത്ത, ഖാലിദ റഹ്മാൻ നഗാബെ, മുഹമ്മദ് അബ്ദുള്ള ദിവുഗെ. പിരമിഡ് പെർഫോമൻസ് വൈൽഡ് ഹബിച്ചിൽ ലെവിറ്റിയിൽ നിന്നും അബ്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടതാണ്. അത് സ്പീഡ്, അക്രോബാറ്റിക്സ്, സ്ഥിരത, ശക്തി, സഹനശക്തി എന്നിവ വിളിച്ചോതുന്നവയാണ്. ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ്. ട്രഡീഷണൽ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന തീജ്വാലകൾക്കുള്ളിലെ ഡാൻസ് പെർഫോമൻസാണ് ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ്.
ആഫ്രിക്കൻ താരങ്ങൾ അണിനിരക്കുന്നത് വളരെ രസകരവും കൗതുകരവുമായിരുന്നു. പോൾ അക്രോബാറ്റിക്സ് ആർട്ടിസ്റ്റുമാർ ഒരു പോളിൽ വിവിധ തരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്യുന്ന സർക്കസ്. ഈ പെർഫോമൻസിലെ ആർട്ടിസ്റ്റുമാരുടെ സ്പീഡും വൈദഗ്ധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പോപ്പുലറായ ഷക്കീറോ സോങ് മ്യൂസിക് കൂടിയാവുമ്പോൾ ഈ പെർഫോമൻസ് കാണികളെ വിസ്മയിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇത് വീഡിയോ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനും ശരിക്കും ഞെട്ടിപ്പോയി. ഒന്ന് ബാലൻസ് തെറ്റിയാൽ സംഗതി കൈവിട്ടു പോകുന്ന കേസാണ്. എന്തായാലും വലയൊക്കെ ഒരുക്കി അവർ ഒരു പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അവസാനം അതങ്ങനെ ഓരോരുത്തരായിട്ട് താഴെ ഇങ്ങനെ വീഴുന്നതൊക്കെ ഒരു നല്ല ശരിക്കും കൗതുകരമായി തോന്നുന്നുണ്ട്. പിന്നെ മറ്റ് അതിശയകരമായ ഐറ്റംസ് എന്ന് പറയുന്നത് റഷ്യൻ സ്റ്റിക്ക് ബാലൻസ്, അതടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഐ സ്പ്രിംഗ് നെറ്റ്, വെർട്ടിക്കൽ സ്വിങ്ങിങ് അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് ബാലൻസ്, കോമിക് ചെയർ അക്രോബാറ്റ്, ക്രോസ് റിഗി ട്രാഫേ, സാരി അക്രോബാറ്റ്, റോളർ സ്കേറ്റിംഗ്, റോളർ ബ്ലേഡ്സ്, സ്റ്റിക്ക് ബാലൻസ്, സ്കേറ്റിംഗ് ലാഡർ, ടാമിൻ ട്രോപ്പ്, മെക്സിക്കൻ വീൽ എന്നിവയാണ്. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത് സൈക്കിൾ അക്രോബാറ്റിക്സ് ആക്ട് പെർഫോമൻഡ് ബൈ സുമൻ, കപ്പിൾസ് അവതരിപ്പിക്കുന്ന പോക്കറ്റ് സൈക്കിൾ ഐറ്റം, 4 ആർട്ടിസ്റ്റുമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഗ്ലോബ് മോട്ടോർ സൈക്കിൾ ആക്ട് എന്നിവയാണ്. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണ്. ഇതിങ്ങനെ മൊബൈലിൽ കണ്ടാൽ പോരാ, നേരിട്ട് കാണണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ശരിക്കും ആ ഒരു എന്താ പറയുക, ശരിക്കും കൗതുകമുണർത്തുന്ന ഒരു ആർട്ട് തന്നെയാണ്. എന്താണ് ഒരു സാഹസികമായ കല തന്നെയാണ് സർക്കസ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരിക്കൽ കൂടി ജെമിനി സർക്കസിൽ 300 ജോലിക്കാരാണ് ഉള്ളത്. അതിൽ 60 ആർട്ടിസ്റ്റുമാരും 50 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും 180 സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ്. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ടോപ്പ് റേറ്റഡ് ആയതും കാണികൾ ഇഷ്ടപ്പെടുന്നതുമായ മോസ്റ്റ് പോപ്പുലർ സർക്കസാണ് ജെമിനി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു യാഥാർത്ഥ്യം കൂടി, ജെമിനി സർക്കസിൻ്റെ സഹോദര സ്ഥാപനം കൂടെയാണ് ജംബോ സർക്കസ്. രണ്ടും ഒരാളുടെ തന്നെയാണ്. ജെമിനിയും ജംബോയും ഒരാളുടേതാണ് എന്നത് ഒരു കൗതുകമായി തോന്നി. മലയാളിയായ ഉദ്യോഗസ്ഥരും സ്റ്റാഫുകളും ഇതിൽ കണ്ടമാനമുണ്ട്. അവരുമായിട്ടുള്ള ഒരു ചെറിയ ഇൻ്ററാക്ഷനും ഞാൻ ഈ പ്രോഗ്രാമിൽ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണുക. എന്തായാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ മടിക്കണ്ട. നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരും. ഓക്കെ, അപ്പോൾ കാണാം. മറക്കണ്ട, ഷാഹി ഇഫക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഇഫക്റ്റ് ന്യൂസ് എന്ന വാർത്താ ചാനലും കാണാൻ മറക്കല്ലേ. കാണാം. ഓരോ ഉത്സവവും മലയാളിക്ക് ആനന്ദം പകരുന്നതാണ്. ഓരോ ഓണവും തലസ്ഥാനത്തിന് സർക്കസിൻ്റെ ഓർമ്മ പകരുന്നു. ഓണമുണ്ടെങ്കിൽ, പുത്തരിക്കണ്ടം മൈതാനമുണ്ടെങ്കിൽ തലസ്ഥാനത്ത് ജെമിനി സർക്കസും ഉണ്ടായിരിക്കും. ഒരുപാട് കലാകാരന്മാരുടെ ജീവിതവും ആഹാരവുമാണ് സർക്കസ്. സർക്കസ് എന്ന വിസ്മയ കാഴ്ചയിലേക്കും സർക്കസിനെക്കുറിച്ചും ജെമിനി സർക്കസിനെക്കുറിച്ചുമുള്ള ഒരു വിവരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാഹി ഇഫക്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്. പുതിയ കൗതുകങ്ങളും വാർത്തകളുമായും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജെമിനി സർക്കസിൻ്റെ പ്രഥമ പെർഫോമൻസ് MV ശങ്കരൻ്റെയും K സഹദേവിൻ്റെയും നേതൃത്വത്തിൽ 1951 ഓഗസ്റ്റ് 15 ഗുജറാത്തിലെ ബില്ലിമോറിയ നഗരത്തിൽ അരങ്ങേറി. 2005 ജെമിനി സർക്കസ് MV ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും ജെമിനി സർക്കസ് ഏറ്റെടുത്ത് ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ആക്കി മാറ്റി. പ്രമുഖ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, MG രാമചന്ദ്രൻ കൂടാതെ ലോക പ്രശസ്തരായ മാർട്ടിൻ ലൂതർ കിങ്, ലേഡി മൗണ്ട് ബാറ്റൻ തുടങ്ങിയവരും ജെമിനി സർക്കസ് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. 1963 മോസ്കോയിലെ സുചി ആൻഡ്
യാത്രയിൽ നടന്ന ലോക സർക്കസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് അമാനുഷിക സർക്കസ് പ്രതിഭയായ MB ശങ്കരനായിരുന്നു. ആദ്യത്തെ ലേഡി ബഹിരാകാശ യാത്രികയായ ആർട്ടറസ്കോവ വലൻഷ്യ, അലക്സാണ്ടർ വൊളൂഷൻ എന്നിവരിൽ നിന്നും അവർ ആദരവ് നേടി. പ്രതിനിധി സംഘത്തിന് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്ലോമാറ്റ് വിസയാണ് നൽകിയിരുന്നത്. അത് ലഭിക്കുവാൻ കാരണം ജെമിനി സർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കസ് ട്രൂപ്പ് ആയിരുന്നത് കൊണ്ടാണ്. ഫിലിം ഇൻഡസ്ട്രിക്ക് ജെമിനി സർക്കസുമായി പ്രത്യേക ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ മേരാ നാം ജോക്കർ, മിഥുൻ ചക്രവർത്തിയുടെ ശിക്കാരി, കമൽഹാസൻ്റെ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയ സിനിമകളെല്ലാം ജെമിനിയുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ജെമിനി സർക്കസിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പരേതനായ MB ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് മിയാർക്ക് ടെസ്ഫ, കിഡാൻ മറിയം, അലൻ ടെസ്കെ, ജിബ്രേ മഡിൻ, ഓമാരി കിജൂബെ കിലാമ, സാലും മഗ്നാഗ മക്കാംബെ, സമീറി മുഹമ്മദി മറ്റിൻഡുവ, രാജാവ് അബ്ദുള്ള മുഷി, റമദാൻ കുൽവ, മഹൂത്ത, ഖാലിദ് റഹ്മാൻ നഖാബി, മുഹമ്മദ് അബ്ദുള്ള മിഥുൻ കെ. പിരമിഡ് പെർഫോമൻസ് വൈൽഡ് ഹാബിച്വൽ ലിവിറ്റിയിൽ നിന്നും അബ്സ്ട്രാക്ട് ചെയ്യപ്പെട്ടതാണ്. അത് സ്പീഡ്, അക്രോബാറ്റിക്സ്, സ്ഥിരത, ശക്തി, സഹനശക്തി എന്നിവ വിളിച്ചോതുന്നവയാണ്. ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ് ട്രഡീഷണൽ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന തീജ്വാലകൾക്കുള്ളിലെ ഡാൻസ് പെർഫോമൻസ്. പോൾ അക്രോബാറ്റിക്സ്. ആർട്ടിസ്റ്റുമാർ ഒരു പോളിൽ വിവിധ തരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്യുന്ന സർക്കസ്. ഈ പെർഫോമൻസിലെ ആർട്ടിസ്റ്റുമാരുടെ സ്പീഡും വൈദഗ്ധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പോപ്പുലറായ ഷക്കീറോ സോങ് മ്യൂസിക് കൂടിയാകുമ്പോൾ ഈ പെർഫോമൻസ് കാണികളെ വിസ്മയിപ്പിക്കും. മറ്റ് അതിശയകരമായ ഐറ്റംസ്: റഷ്യൻ സ്റ്റിക്ക് ബാലൻസ്, 3 eye സ്പ്രിംഗ് നെറ്റ്, വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് ബാലൻസ്, കോമിക് ചെയർ അക്രോബാറ്റ്, ക്രോസ് റിഗി ട്രാഫെ, സാരി അക്രോബാറ്റ്, റോളർ സ്കേറ്റിംഗ്, റോളർ ബ്ലേഡ്സ്, സ്റ്റിക്ക് ബാലൻസ്, സ്കേറ്റിംഗ് ലാഡർ, ടാമിൻ ട്രോപ്പ്, മെക്സിക്കൻ വീൽ എന്നിവയാണ്. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത്, സൈക്കിൾ അക്രോബാറ്റിക് ആക്ട് പെർഫോംഡ് ബൈ സുമൻ, കപ്പിൾസ് അവതരിപ്പിക്കുന്ന പോക്കറ്റ് സൈക്കിൾ ഐറ്റം, 4 ആർട്ടിസ്റ്റുമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഗ്ലോബ് മോട്ടോർ സൈക്കിൾ ആക്ട് എന്നിവയാണ്. ജെമിനി സർക്കസിൽ 300 ജോലിക്കാരാണ് ഉള്ളത്. അതിൽ 60 ആർട്ടിസ്റ്റുമാരും 50 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും 150 സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ്. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ടോപ്പ് റേറ്റഡ് ആയതും കാണികൾ ഇഷ്ടപ്പെടുന്നതുമായ മോസ്റ്റ് പോപ്പുലർ സർക്കസാണ് ജെമിനി. ദിവസേന 3 കളികളാണ് ഇവിടെ കളിക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 30-ാം തീയതി ഓഗസ്റ്റ് 30 മുതൽ തുടങ്ങി ഒക്ടോബർ 2 വരെ നീളുന്ന 1 മാസം നീളുന്ന കളികളാണ്. ദിവസേന 3 കളികൾ, 1 മണിക്കും 4 മണിക്കും 7 മണിക്കും. ടിക്കറ്റ് നിരക്കുകൾ 150, 250, 300, 400. അഡ്വാൻസ് ബുക്കിങ്ങിന് 400 രൂപ. ബന്ധപ്പെടേണ്ട നമ്പർ 9744829866, 8921261017 എന്ന നമ്പറിലും ബുക്കിങ്ങിന് ബന്ധപ്പെടാവുന്നതാണ്. സർക്കസ് കാണുമ്പോൾ അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ ജീവിതവുമാണ് ഓരോ സർക്കസ് താരത്തിൻ്റെയും കഥ പറയുന്നത്. അതിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്, സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളുമുണ്ട്. ജീവിതം കെട്ടിപ്പടുക്കാൻ കലാകാരന്മാരുടെ യത്നം കാണുമ്പോൾ അമ്പരപ്പിക്കും നമ്മളെ. പല കായിക ഇനം കാണിക്കുമ്പോഴും പല സർക്കസ് അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴും ഒന്ന് തെറ്റിയാൽ തീരാവുന്ന ജീവിതമാണ്. കണ്ടാൽ ഞെട്ടിപ്പോകും.
അരങ്ങിലെ കളി കഴിഞ്ഞ് തിരിച്ച് അവർ കൂടാരങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ആശങ്കകളും ആകുലതകളും എന്നും മനുഷ്യ മനസ്സുകളിൽ ഒരു വിങ്ങലാണ്, തേങ്ങലാണ്. ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് എനിക്ക് പറയേണ്ടി വന്നത്. ജീവിക്കാൻ, ജീവിതം കരുപിടിപ്പിക്കാൻ മനുഷ്യൻ എത്രയോ പാടുപെടുന്നു. സർക്കസിലെന്നല്ല, ഓരോ ജീവിതങ്ങളും ഓരോ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയുന്നു. ലോകത്തിൻ്റെ 80% ആസ്തിയും വളരെ കുറച്ച് ആളുകളുടെ കയ്യിലാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും 10% ആസ്തിയേ ഉള്ളൂ. ലോകത്തിൻ്റെ ഭൂരിഭാഗം സ്വത്തും, അതായത് 80% സ്വത്തും 20% അല്ല, വളരെ കുറച്ച് 10% ആളുകൾ കൈയാളുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സർക്കസ് പോലെ എത്രയോ കലാരംഗങ്ങൾ, ഉത്സവമേളങ്ങൾ കാത്തിരിക്കുന്ന എത്രയോ കലാകാരന്മാർ, ചെണ്ടമേളക്കാർ, അങ്ങനെ തുടങ്ങി എത്രയോ കലാകാരന്മാരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊരു ജീവനോപാധി കൂടിയാണ്. മൊബൈലിലോ അല്ലെങ്കിൽ ചാനലിലോ, യൂട്യൂബ് ചാനലിലോ കണ്ടതുകൊണ്ട് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവിടെ ചെന്ന് നേരിട്ട് കാണുന്ന സുഖം എന്തായാലും മൊബൈലിൽ കൂടി കിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഇതൊരു അഭ്യർത്ഥനയാണ്. ഒരു ബിസിനസ് പ്രൊമോഷനല്ല, പക്ഷേ ഇതൊരു അഭ്യർത്ഥനയാണ്. മറ്റു ജീവിതങ്ങളെ സഹായിക്കുമ്പോൾ ദൈവം നമ്മളെയും സഹായിക്കും. പരോപകാരം പുണ്യം എന്നല്ലേ. എന്തായാലും മറക്കാതെ കാണുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 1-നും 4-നും 7 മണിക്കും. വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ലോകാവസാനം വരെ വാർത്തകളും വിശേഷങ്ങളും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും കൗതുകങ്ങളുമായി വീണ്ടും കാണാം. എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ മറക്കരുത്, മടിക്കരുത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വാർത്തകളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റർടൈൻ ചാനൽ മാത്രമല്ല, ന്യൂസ് ചാനൽ, ഇഫക്റ്റ് ന്യൂസ് എന്നൊരു ചാനൽ കൂടെയുണ്ട്. അതും പ്രിയ പ്രേക്ഷകർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അപേക്ഷിക്കുന്നു. എന്തായാലും പുതിയ നല്ല വാർത്തകളും കൗതുകകരമായ വാർത്തകളും എൻ്റർടൈൻമെൻറ്റ് ന്യൂസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ ജീവൻ്റെ അംശമുണ്ട്, അധ്വാനത്തിൻ്റെ അംശമുണ്ട്, കായിക അഭ്യാസത്തിൻ്റെ അത്ഭുത ലോകമാണ് സർക്കസ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്കിപ്പ് ചെയ്യാതെ അവസാനത്തെ നിമിഷവും കാണുക. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സ്കിപ്പ് ചെയ്യരുതേ, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. കാണാം. ഇതിൽ ജോക്കർമാരുടെ പെർഫോമൻസും വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അവർക്കുമുണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും ജീവിതഭാരവുമൊക്കെ. മേള കൊഴുപ്പിക്കാൻ അവരും സാഗൂതം ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വയം വേദനയിൽ അലിഞ്ഞും കോമാളി വേഷം കെട്ടിയും മനുഷ്യരെ ചിരിപ്പിക്കുന്നു ഇവർ. കോമാളിയെക്കുറിച്ച് ഒരു സിനിമ തന്നെയുണ്ട്, മേരാ നാം ജോക്കർ. ജോക്കർ സിനിമയിലെ, ഹിന്ദി സിനിമയിലെ രാജ്കുമാർ പാടി അഭിനയിച്ച പാട്ടും ഏറെ ഹൃദ്യമാണ്, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ്. മലയാളത്തിൽ ദിലീപും അഭിനയിച്ചിട്ടുണ്ട് ഒരു സർക്കസ് സിനിമയിൽ. അതും മലയാളിക്ക് ഒരു ഓർമ്മ ചെപ്പാണ്. എന്തായാലും കോമാളികളെ അല്ലെങ്കിൽ ജോക്കറെ കൂടി ഇവിടെ പരാമർശിച്ചില്ലെങ്കിൽ സർക്കസ് പൂർണ്ണമായില്ല. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ടും വീണ്ടും കാണാം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ വിശദീകരണവും നൽകാം. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ.
ജെമിനി സർക്കസിൻ്റെ പ്രഥമ പെർഫോമൻസ് എം ബി ശങ്കരൻ്റെയും കെ സഹദേവിൻ്റെയും നേതൃത്വത്തിൽ 1951 ഓഗസ്റ്റ് 15 ഗുജറാത്തിലെ ബില്ലി മോറിയ നഗരത്തിൽ അരങ്ങേറി. 2005 ജെമിനി സർക്കസ് എം ബി ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും ജെമിനി സർക്കസ് ഏറ്റെടുത്ത് ഇന്ത്യയിലെ നമ്പർ 1 സർക്കസാക്കി മാറ്റി. പ്രമുഖ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, MG രാമചന്ദ്രൻ കൂടാതെ ലോക പ്രശസ്തരായ മാർട്ടിൻ ലൂതർ കിങ്, ലേഡി മൗണ്ട് ബാറ്റൻ തുടങ്ങിയവരും ജെമിനി സർക്കസ് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. 1963 മോസ്കോയിലെ സുച്ചി ആൻഡ് യാദ്രായിൽ നടന്ന ലോക സർക്കസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് അമാനുഷിക സർക്കസ് പ്രതിഭയായ MV ശങ്കരൻ ആയിരുന്നു. ആദ്യത്തെ ലേഡി ബഹിരാകാശ യാത്രികയായ ആർട്ടറെസ്കോബ വലൻഷ്യ, അലക്സാണ്ടർ വൊളോഷൻ എന്നിവരിൽ നിന്നും അവർ ആദരവ് നേടി. പ്രതിനിധി സംഘത്തിന് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്ലോമാറ്റ് വിസയാണ് നൽകിയിരുന്നത്. അത് ലഭിക്കുവാൻ കാരണം ജെമിനി സർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കസ് ട്രൂപ്പ് ആയിരുന്നത് കൊണ്ടാണ്. ഫിലിം ഇൻഡസ്ട്രിക്ക് ജെമിനി സർക്കസുമായി പ്രത്യേക ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ മേരാ നാം ജോക്കർ, മിഥുൻ ചക്രവർത്തിയുടെ ശിക്കാരി, കമൽഹാസൻ്റെ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയ സിനിമകളെല്ലാം ജെമിനിയുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ജെമിനി സർക്കസിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പരേതനായ MV ശങ്കരൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ്. ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങളെ പരിചയപ്പെടാം. ട്രൂപ്പ് മെമ്പേഴ്സ്: നിയാർഗ് ടെസ്ഫ കിഡാൻ മരിയം, അലം ടെസ്ഗെ ജെബ്രേ മഡിൻ, ഓമാരി കിജൂബെ കിലാമ, സാലൂം മഗ്നാഗ മക്കാംബെ, സമീറി മുഹമ്മദി, മെറ്റിൻഡുവ, രാജാവ് അബ്ദുള്ള മുഷി, റമദാൻ കുൽവ, മഹൂത്ത, ഖാലിദ റഹ്മാൻ നഗാബെ, മുഹമ്മദ് അബ്ദുള്ള ദിവുഗെ. പിരമിഡ് പെർഫോമൻസ് വൈൽഡ് ഹബിച്ചിൽ ലെവിറ്റിയിൽ നിന്നും അബ്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടതാണ്. അത് സ്പീഡ്, അക്രോബാറ്റിക്സ്, സ്ഥിരത, ശക്തി, സഹനശക്തി എന്നിവ വിളിച്ചോതുന്നവയാണ്. ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ് ട്രഡീഷണൽ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന തീജ്വാലകൾക്കുള്ളിലെ ഡാൻസ് പെർഫോമൻസാണ് ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ്. ആഫ്രിക്കൻ താരങ്ങൾ അണിനിരക്കുന്നത് വളരെ രസകരവും കൗതുകരവുമായിരുന്നു. പോൾ അക്രോബാറ്റിക്സ് ആർട്ടിസ്റ്റുമാർ ഒരു പോളിൽ വിവിധ തരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്യുന്ന സർക്കസ്. ഈ പെർഫോമൻസിലെ ആർട്ടിസ്റ്റുമാരുടെ സ്പീഡും വൈദഗ്ധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പോപ്പുലറായ ഷക്കീറോ സോങ് മ്യൂസിക് കൂടിയാവുമ്പോൾ ഈ പെർഫോമൻസ് കാണികളെ വിസ്മയിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇത് വീഡിയോ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനും ശരിക്കും ഞെട്ടിപ്പോയി. ഒന്ന് ബാലൻസ് തെറ്റിയാൽ സംഗതി കൈവിട്ടു പോകുന്ന കേസാണ്. എന്തായാലും വലയൊക്കെ ഒരുക്കി അവർ ഒരു പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അവസാനം അതങ്ങനെ ഓരോരുത്തരായിട്ട് താഴെ ഇങ്ങനെ വീഴുന്നതൊക്കെ ഒരു നല്ല ശരിക്കും കൗതുകരമായി തോന്നുന്നുണ്ട്. പിന്നെ മറ്റ് അതിശയകരമായ ഐറ്റംസ് എന്ന് പറയുന്നത് റഷ്യൻ സ്റ്റിക്ക് ബാലൻസ്, അത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഐ സ്പ്രിംഗ് നെറ്റ്, വെർട്ടിക്കൽ സ്വിങ്ങിങ് അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് ബാലൻസ്, കോമിക് ചെയർ അക്രോബാറ്റ്, ക്രോസ് റിഗി ട്രാഫേ, സാരി അക്രോബാറ്റ്, റോളർ സ്കേറ്റിംഗ്, റോളർ ബ്ലേഡ്സ്, സ്റ്റിക്ക് ബാലൻസ്, സ്കേറ്റിംഗ് ലാഡർ, ടാമിൻ ട്രോപ്പ്, മെക്സിക്കൻ വീൽ എന്നിവയാണ്. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത് സൈക്കിൾ അക്രോബാറ്റിക്സ് ആക്ട് പെർഫോംഡ് ബൈ സുമൻ, കപ്പിൾസ് അവതരിപ്പിക്കുന്ന പോക്കറ്റ് സൈക്കിൾ ഐറ്റം, 4 ആർട്ടിസ്റ്റുമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഗ്ലോബ് മോട്ടോർ സൈക്കിൾ ആക്ട് എന്നിവയാണ്. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണ്.
ഇതിങ്ങനെ മൊബൈലിൽ കണ്ടാൽ പോരാ, നേരിട്ട് കാണണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ശരിക്കും ആ ഒരു എന്താ പറയുക, ശരിക്കും കൗതുകമുണർത്തുന്ന ഒരു 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 ആർട്ട് തന്നെയാണ്. എന്താണ്, ഒരു സാഹസികമായ കല തന്നെയാണ് സർക്കസ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരിക്കൽ കൂടി ജെമിനി സർക്കസിൽ 300 ജോലിക്കാരാണ് ഉള്ളത്. അതിൽ 60 ആർട്ടിസ്റ്റുമാരും 50 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും 180 സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ്. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ടോപ്പ് റേറ്റഡ് ആയതും കാണികൾ ഇഷ്ടപ്പെടുന്നതുമായ മോസ്റ്റ് പോപ്പുലർ സർക്കസാണ് ജെമിനി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു യാഥാർത്ഥ്യം കൂടി, ജെമിനി സർക്കസിൻ്റെ സഹോദര സ്ഥാപനം കൂടെയാണ് ജംബോ സർക്കസ്. രണ്ടും ഒരാളുടെ തന്നെയാണ്. ജെമിനിയും ജംബോയും ഒരാളുടേതാണ് എന്നത് ഒരു കൗതുകമായി തോന്നി. മലയാളിയായ ഉദ്യോഗസ്ഥരും സ്റ്റാഫുകളും ഇതിൽ കണ്ടമാനമുണ്ട്. അവരുമായിട്ടുള്ള ഒരു ചെറിയ ഇൻ്ററാക്ഷനും ഞാൻ ഈ പ്രോഗ്രാമിൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കാണുക. എന്തായാലും എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ മടിക്കണ്ട. നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടും വരും. ഓക്കെ, അപ്പോൾ കാണാം. മറക്കണ്ട, ഷാഹി ഇഫക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ഇഫക്റ്റ് ന്യൂസ് എന്ന വാർത്താ ചാനലും കാണാൻ മറക്കല്ലേ. കാണാം. ഓരോ ഉത്സവവും മലയാളിക്ക് ആനന്ദം പകരുന്നതാണ്. ഓരോ ഓണവും തലസ്ഥാനത്തിന് സർക്കസിൻ്റെ ഓർമ്മ പകരുന്നു. ഓണമുണ്ടെങ്കിൽ, പുത്തരിക്കണ്ടം മൈതാനമുണ്ടെങ്കിൽ തലസ്ഥാനത്ത് ജെമിനി സർക്കസും ഉണ്ടായിരിക്കും. ഒരുപാട് കലാകാരന്മാരുടെ ജീവിതവും ആഹാരവുമാണ് സർക്കസ്. സർക്കസ് എന്ന വിസ്മയ കാഴ്ചയിലേക്കും സർക്കസിനെക്കുറിച്ചും ജെമിനി സർക്കസിനെക്കുറിച്ചുമുള്ള ഒരു വിവരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാഹി ഇഫക്റ്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ്. പുതിയ കൗതുകങ്ങളും വാർത്തകളുമായും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജെമിനി സർക്കസിൻ്റെ പ്രഥമ പെർഫോമൻസ് MB ശങ്കരൻ്റെയും K സഹദേവിൻ്റെയും നേതൃത്വത്തിൽ 1951 ഓഗസ്റ്റ് 15 ഗുജറാത്തിലെ ബില്ലിമോറിയ നഗരത്തിൽ അരങ്ങേറി. 2005 ജെമിനി സർക്കസ് MB ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറും ജെമിനി സർക്കസ് ഏറ്റെടുത്ത് ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ആക്കി മാറ്റി. പ്രമുഖ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, MG രാമചന്ദ്രൻ കൂടാതെ ലോക പ്രശസ്തരായ മാർട്ടിൻ ലൂതർ കിങ്, ലേഡി മൗണ്ട് ബാറ്റൻ തുടങ്ങിയവരും ജെമിനി സർക്കസ് കണ്ട് ആസ്വദിച്ചവരായിരുന്നു. 1963 മോസ്കോയിലെ സുചി ആൻഡ് യാദ്രായിൽ നടന്ന ലോക സർക്കസ് ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് അമാനുഷിക സർക്കസ് പ്രതിഭയായ MB ശങ്കരനായിരുന്നു. ആദ്യത്തെ ലേഡി ബഹിരാകാശ യാത്രികയായ ആർട്ടറസ്കോവ വലൻഷ്യ, അലക്സാണ്ടർ വൊളൂഷൻ എന്നിവരിൽ നിന്നും അവർ ആദരവ് നേടി. പ്രതിനിധി സംഘത്തിന് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്ലോമാറ്റ് വിസയാണ് നൽകിയിരുന്നത്. അത് ലഭിക്കുവാൻ കാരണം ജെമിനി സർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കസ് ട്രൂപ്പ് ആയിരുന്നത് കൊണ്ടാണ്. ഫിലിം ഇൻഡസ്ട്രിക്ക് ജെമിനി സർക്കസുമായി പ്രത്യേക ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ മേരാ നാം ജോക്കർ, മിഥുൻ ചക്രവർത്തിയുടെ ശിക്കാരി, കമൽഹാസൻ്റെ അപൂർവ സഹോദരങ്ങൾ തുടങ്ങിയ സിനിമകളെല്ലാം ജെമിനിയുമായി അസോസിയേറ്റ് ചെയ്ത് നിർമ്മിച്ചവയായിരുന്നു. ജെമിനി സർക്കസിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പരേതനായ MB ശങ്കറിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് മിയാർക്ക് ടെസ്വ, കിഡാൻ മറിയം, അലൻ ടെസ്കെ, ജിബ്രേ മഡിൻ, ഓമാരി കിജൂബെ കിലാമ, സാലും മഗ്നാഗ മക്കാംബെ, സമീറി മുഹമ്മദി മറ്റിൻഡുവ, രാജാവ് അബ്ദുള്ള മുഷി, റമദാൻ കുൽവ, മഹൂത്ത, ഖാലിദ് റഹ്മാൻ നഖാബി, മുഹമ്മദ് അബ്ദുള്ള മിഥുൻ കെ. പിരമിഡ് പെർഫോമൻസ് വൈൽഡ് ഹാബിച്വൽ ലിവിറ്റിയിൽ നിന്നും അബ്സ്ട്രാക്ട് ചെയ്യപ്പെട്ടതാണ്.
അത് സ്പീഡ്, അക്രോബാറ്റിക്സ്, സ്ഥിരത, ശക്തി, സഹനശക്തി എന്നിവ വിളിച്ചോതുന്നവയാണ്. ലിബോ ഡാൻസ് ആൻഡ് ഫയർ ഈറ്റിംഗ്. ട്രഡീഷണൽ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെയും മൃഗങ്ങളുടെയും ശബ്ദപശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന തീജ്വാലകൾക്കുള്ളിലെ ഡാൻസ് പെർഫോമൻസ്. പൂൾ അക്രോബാറ്റിക്സ്. ആർട്ടിസ്റ്റുമാർ ഒരു പൂളിൽ വിവിധ തരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയും ചെയ്യുന്ന സർക്കസ്. ഈ പെർഫോമൻസിലെ ആർട്ടിസ്റ്റുമാരുടെ സ്പീഡും വൈദഗ്ധ്യവും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. പോപ്പുലറായ ഷക്കീറോ സോങ് മ്യൂസിക് കൂടിയാകുമ്പോൾ ഈ പെർഫോമൻസ് കാണികളെ വിസ്മയിപ്പിക്കും. മറ്റ് അതിശയകരമായ ഐറ്റംസ്: റഷ്യൻ സ്റ്റിക്ക് ബാലൻസ്, 3 ഐ സ്പ്രിംഗ് നെറ്റ്, വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ്, റഷ്യൻ റോപ്പ് ബാലൻസ്, കോമിക് ചെയർ അക്രോബാറ്റ്, ക്രോസ് റിഗി ട്രാഫെ, സാരി അക്രോബാറ്റ്, റോളർ സ്കേറ്റിംഗ്, റോളർ ബ്ലേഡ്സ്, സ്റ്റിക്ക് ബാലൻസ്, സ്കേറ്റിംഗ് ലാഡർ, ടാമിൻ ട്രോപ്പ്, മെക്സിക്കൻ വീൽ എന്നിവയാണ്. അമേരിക്കൻ റിംഗ് ഓഫ് ഡെത്ത്, സൈക്കിൾ അക്രോബാറ്റിക് ആക്ട് പെർഫോംഡ് ബൈ സുമൻ, കപ്പിൾസ് അവതരിപ്പിക്കുന്ന പോക്കറ്റ് സൈക്കിൾ ഐറ്റം, 4 ആർട്ടിസ്റ്റുമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഗ്ലോബ് മോട്ടോർ സൈക്കിൾ ആക്ട് എന്നിവയാണ്. ജെമിനി സർക്കസിൽ 300 ജോലിക്കാരാണ് ഉള്ളത്. അതിൽ 60 ആർട്ടിസ്റ്റുമാരും 50 അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും 150 സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണ്. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര ഏജൻസി നടത്തിയ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ടോപ്പ് റേറ്റഡ് ആയതും കാണികൾ ഇഷ്ടപ്പെടുന്നതുമായ മോസ്റ്റ് പോപ്പുലർ സർക്കസാണ് ജെമിനി. ദിവസേന 3 കളികളാണ് ഇവിടെ കളിക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 30-ാം തീയതി ഓഗസ്റ്റ് 30 മുതൽ തുടങ്ങി ഒക്ടോബർ 2 വരെ നീളുന്ന 1 മാസം നീളുന്ന കളികളാണ്. ദിവസേന 3 കളികൾ, 1 മണിക്കും 4 മണിക്കും 7 മണിക്കും. ടിക്കറ്റ് നിരക്കുകൾ 150, 250, 300, 400. അഡ്വാൻസ് ബുക്കിങ്ങിന് 400 രൂപ. ബന്ധപ്പെടേണ്ട നമ്പർ 9744829866, 8921261017 എന്ന നമ്പറിലും ബുക്കിങ്ങിന് ബന്ധപ്പെടാവുന്നതാണ്. സർക്കസ് കാണുമ്പോൾ അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ ജീവിതവുമാണ് ഓരോ സർക്കസ് താരത്തിൻ്റെയും കഥ പറയുന്നത്. അതിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്, സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളുമുണ്ട്. ജീവിതം കെട്ടിപ്പടുക്കാൻ കലാകാരന്മാരുടെ യത്നം കാണുമ്പോൾ അമ്പരപ്പിക്കും നമ്മളെ. പല കായിക ഇനം കാണിക്കുമ്പോഴും പല സർക്കസ് അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴും ഒന്ന് തെറ്റിയാൽ തീരാവുന്ന ജീവിതമാണ്. കണ്ടാൽ ഞെട്ടിപ്പോകും. അരങ്ങിലെ കളി കഴിഞ്ഞ് തിരിച്ച് അവർ കൂടാരങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ആശങ്കകളും ആകുലതകളും എന്നും മനുഷ്യ മനസ്സുകളിൽ ഒരു തേങ്ങലാണ്. ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് എനിക്ക് പറയേണ്ടി വന്നത്. ജീവിതം കരുപിടിപ്പിക്കാൻ മനുഷ്യൻ എത്രയോ പാടുപെടുന്നു. സർക്കസിലെന്നല്ല, ഓരോ ജീവിതങ്ങളും ഓരോ കഷ്ടപ്പാടിൻ്റെ കഥകൾ പറയുന്നു. ലോകത്തിൻ്റെ 80% ആസ്തിയും വളരെ കുറച്ച് ആളുകളുടെ കയ്യിലാണ്. പക്ഷേ ഭൂരിഭാഗം പേർക്കും 10% ആസ്തിയേ ഉള്ളൂ. ലോകത്തിൻ്റെ ഭൂരിഭാഗം സ്വത്തും, അതായത് 80% സ്വത്തും 20% അല്ല, വളരെ കുറച്ച് 10% ആളുകൾ കൈയാളുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സർക്കസ് പോലെ എത്രയോ കലാരംഗങ്ങൾ, ഉത്സവമേളങ്ങൾ കാത്തിരിക്കുന്ന എത്രയോ കലാകാരന്മാർ, ചെണ്ടമേളക്കാർ, അങ്ങനെ തുടങ്ങി എത്രയോ കലാകാരന്മാരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത്, നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊരു ജീവനോപാധി കൂടിയാണ്. മൊബൈലിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ കണ്ടതുകൊണ്ട് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവിടെ ചെന്ന് നേരിട്ട് കാണുന്ന സുഖം എന്തായാലും മൊബൈലിൽ കൂടി കിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഇതൊരു അഭ്യർത്ഥനയാണ്.
ഒരു ബിസിനസ് പ്രൊമോഷൻ അല്ല, പറഞ്ഞോളൂ. പക്ഷേ ഇതൊരു അഭ്യർത്ഥനയാണ്. പറഞ്ഞോളെ. മറ്റു ജീവിതങ്ങളെ സഹായിക്കുമ്പോൾ ദൈവം നമ്മളെയും സഹായിക്കും. പരോപകാരം പുണ്യം എന്നല്ലേ. എന്തായാലും മറക്കാതെ കാണുക. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് 1-നും 4-നും 7 മണിക്കും. വാർത്തകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ലോകാവസാനം വരെ വാർത്തകളും വിശേഷങ്ങളും എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും കൗതുകങ്ങളുമായി വീണ്ടും കാണാം. എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ മറക്കരുത്, മടിക്കരുത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വാർത്തകളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റർടൈൻ ചാനൽ മാത്രമല്ല, ന്യൂസ് ചാനൽ ഇഫക്റ്റ് ന്യൂസ് എന്നൊരു ചാനൽ കൂടെയുണ്ട്. അതും പ്രിയ പ്രേക്ഷകർ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അപേക്ഷിക്കുന്നു. എന്തായാലും പുതിയ നല്ല നല്ല വാർത്തകളും കൗതുകകരമായ വാർത്തകളും എൻ്റർടൈൻമെൻറ്റ് ന്യൂസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ ജീവൻ്റെ അംശമുണ്ട്, അധ്വാനത്തിൻ്റെ അംശമുണ്ട്, കായിക അഭ്യാസത്തിൻ്റെ അത്ഭുത ലോകമാണ് സർക്കസ്. കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്കിപ്പ് ചെയ്യാതെ അവസാനത്തെ നിമിഷവും കാണുക. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സ്കിപ്പ് ചെയ്യരുതേ, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. കാണാം. പറഞ്ഞോ. ജെമിനി സർക്കസ്, അതിനെക്കുറിച്ച് ഈ ഒരു മാസം എങ്ങനെ എന്ന് തുടങ്ങി എന്ന് തീരും? ഞങ്ങൾ ജെമിനി സർക്കസ് പുത്തരിക്കണ്ടം മൈതാനം, തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് കഴിഞ്ഞ ആഗസ്റ്റ് 31 തുടങ്ങി അല്ലേ? 31 തുടങ്ങി സെപ്റ്റംബർ 30 വരെയുണ്ട്. സെപ്റ്റംബർ 30 വരെ. സെപ്റ്റംബർ 30 വരെ ദിവസേന 3 പ്രദർശനങ്ങളാണ്. 1 മണി, 4 മണി, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി. 2 മണിക്കൂർ 10 മിനിറ്റാണ് ഞങ്ങളുടെ ഷോ ഡ്യൂറേഷൻ. പുതിയ വെറൈറ്റീസ് പുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ കലാകാരികളുണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, കൂടാതെ നേപ്പാളിലെ കലാകാരന്മാരും കലാകാരികളുണ്ട്. ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ്? ടിക്കറ്റ് 150, 250, 300, 400. 150, 250, 300, 400. 400 ടിക്കറ്റ് നിരക്ക് അല്ലേ? 2 മണിക്കൂർ 10 മിനിറ്റ്.